എവ്രിവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊന്ന് പുറത്ത് പോകുന്നുണ്ട്. കുറച്ച് പർച്ചേസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ചാർമിനാറൊക്കെ കണ്ടിട്ടൊരു കുറേ കാലമായി. അപ്പോൾ ഒന്ന് കാണാനൊക്കെ കൊതിയാവുന്നുണ്ട്. അപ്പോൾ ഒന്ന് കാണാം. അപ്പോൾ ചാർമിനാറിൻ്റെ അടുത്ത് നല്ല അടിപൊളി സ്ട്രീറ്റ് ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. നമുക്ക് ചീപ്പ് റേറ്റിന് സംഭവങ്ങൾ കിട്ടും. പോകുമ്പോഴുള്ള കാഴ്ചകളും അവിടുത്തെ കാഴ്ചകളും സ്ട്രീറ്റ് ഷോപ്പിങ്ങിൻ്റെ റേറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ കാണാം, നമുക്ക് പോവാം. വരൂ ഗൈസ്, ഞാൻ ചെരുപ്പട്ടെ. അടുത്ത ഫോട്ടോ പേഴ്സ് ബാഗിലിടാനുള്ളതാണോ? നമുക്കൊരു 1.25 മണിക്കൂറിൻ്റെ ഓട്ടം ഉണ്ട്. ഒരു 45 കിലോമീറ്റേഴ്സ് ആണുള്ളത്. നമ്മുടെ നാട്ടിലത്തെ റോഡ് പോലെയല്ല, സ്ട്രെയിറ്റ് ആണ് റോഡ് വന്നിട്ട്. ടപ്പേന്ന് അങ്ങോട്ട് എത്തും, പക്ഷെ നട്ടപ്ര വെയിലാണ്. നമ്മൾ ചാർമിനാർ എത്തിയിട്ടുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഇത് ഇവിടുന്ന് സ്ട്രീറ്റ് ഷോപ്പിംഗ് തുടങ്ങാം കേട്ടോ. നമ്മൾ ഒരു സൈഡിൽ നിന്നാണ് കയറുന്നത്. ഈ സൈഡ് അധികം ഷോപ്സും കാര്യങ്ങളും ഒന്നും ഇല്ല. നമ്മൾ കയറിയിട്ട് വേണ്ട രാവിലെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു 11 ആ സമയമായിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പം തന്നെ ഇവിടെ തിരക്കായിട്ടുണ്ട്. कितने का भैया? 200 രൂപയാണ് സംഭവമില്ലേ. എനിക്ക് 200 രൂപയാട്ടോ പറയണത്. ഇതാണ് നമ്മുടെ ചാർമിനാർ. ഇതിൻ്റെ സൈഡത്തെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല കേട്ടോ. ഞാൻ ഒരുപാട് വട്ടം കയറിയതാണ്. എല്ലാവരും കണ്ടതായതുകൊണ്ട് പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് സ്ട്രീറ്റ് ഷോപ്പിങ്ങിലൊന്ന് ഷോപ്പിംഗ് അല്ല, ഒന്ന് കണ്ട് നടക്കാം എന്നുള്ള രീതിയിലേക്കാണ് വന്നിട്ടുള്ളത്. ഒരു ദിവസം ഞാൻ ഇതിനായിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ എടുക്കാനായിട്ടുള്ള രീതിയിൽ വരുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചാർമിനാർ വന്നിട്ട് ഈ പ്ലേഗ് ഇറാഡിക്കേറ്റ് ചെയ്തതിൻ്റെ ഒരു എന്താ പറയുക മോണ്യുമെൻ്റ് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഗോൽക്കൊണ്ട ആയിരുന്നു ആക്ച്വലി നമ്മുടെ തലസ്ഥാനം എന്ന് പറഞ്ഞാൽ. അവിടുന്ന് ഹൈദരാബാദിലേക്ക് തലസ്ഥാനം മാറ്റിയപ്പം വന്നിട്ടുള്ളൊരു മോണ്യുമെൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. കുത്തബ് ഷാഹി ആ ഒരു രാജവംശമില്ലേ, അവരിൽ ഒരു മുഹമ്മദ് കുലി കുത്തബ് അങ്ങനെ ഒരു രാജാവാണ് ഇത് ഉണ്ടാക്കിയത്. എനിക്ക് കറക്റ്റ് പഠിച്ചൊരു ഓർമ്മ എവിടേക്കോ ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് അയാളുടെ പേര് വന്നിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരാളാണ് ഇത് ഉണ്ടാക്കിയത്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്താണ് മക്ക മസ്ജിദ് വന്നിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്നും പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ ചുറ്റും നടക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അത് കാണാനായിട്ട് വരുന്ന ആളുകളുണ്ടെങ്കിലും അതിൽ അത്ര അധികം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു പണ്ടത്തെ സ്ട്രക്ചറും പണ്ടത്തെ ആ ഒരു എന്താ പറയുക ബിൽഡിങ്സിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പക്ഷെ വളരെ ചെറുതാണ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ചെറുതാണ്. ആ ഒരു 4 മിനാരങ്ങൾക്കുള്ളിലൂടെ നമുക്കൊന്നൊരൊറ്റ റൗണ്ട് അടിക്കാം. ചെറിയൊരു നാരോ ആയിട്ടുള്ള വഴികളാണ് കേട്ടോ. അതിൽ നാരോ ആയിട്ടുള്ള സ്റ്റെപ്സാണ്. അവിടെ കയറി എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റൗണ്ട് അടിക്കാം, അത്രേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു അന്നത്തെ കാലത്തെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്ന ആർക്കിടെക്ചറിൻ്റെ ഒരു ഭംഗിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതല്ലാതെ എനിക്ക് ഭയങ്കരമായിട്ട് ചാർമിനാർ കാണാനായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഫോട്ടോയിൽ കാണുന്ന അത്രയ്ക്ക് തന്നെ ഉള്ളൂ. 1-2 ഫോട്ടോ ഒക്കെ എടുക്കാം നമുക്ക്, അത്ര തന്നെ. പിന്നെ അന്നത്തെ കാലത്ത് ഇതൊക്കെ ഇത്രയും വലുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ആ ഒരു വാവ് ഫാക്ടറി ഇല്ലേ, അതുണ്ട്. പിന്നെ ആ ഒരു ആർക്കിടെക്ചറിൻ്റെ ഒരു ഭംഗിയുണ്ട് കേട്ടോ എടുത്ത് കാണാനായിട്ട്. भैया कितने का है भैया? भैया 200. ഈ ഷോപ്സ് ആണെന്ന് പറഞ്ഞാൽ നിറയെ എന്ത് വേണം അച്ഛനമ്മയല്ലാത്ത എല്ലാം ഇവിടെ കിട്ടും. അല്ല, ചാർമിനാർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ട്രീറ്റ് ആണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ചായ കുടിക്കാൻ വന്നതാണ്. അവിടെയുള്ള സംഭവങ്ങൾ കാണിച്ചു തരാം.
ഇതെന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാനാണ് ആക്ച്വലി ഇവിടേക്ക് കയറിയത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇത്രയും ആളുകളെ മറികടന്ന് ഞാൻ ചാടി കടന്നിട്ട് വേണം ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാനായിട്ട്. അപ്പം നമ്മൾ ആ ഒരു പ്ലാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു. ഞാൻ ആ ബിസ്ക്കറ്റിൻ്റെ അത് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. ഒരു വട്ടം ഏട്ടനും ഞാനും കൂടെ വന്നിട്ട് എല്ലാത്തിനും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, ഓരോ ഫ്ലേവേഴ്സ് വെച്ചിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ വെറും ചായയിലൊതുക്കി ഈ ഒരു തെലങ്കാനൻ ഒറ്റ ചായ കുടിച്ചാൽ മതി ഒരു ദിവസത്തേക്ക്, അല്ലെങ്കിൽ ഒരു 4-5 ദിവസത്തേക്കുള്ള റിഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ. ഭയങ്കര കടുപ്പം, ഭയങ്കര പാല്, ഭയങ്കര പഞ്ചസാര. ആകെ ഒരു ഇത്ര പോകുന്ന കുഞ്ഞി കപ്പിലാണ് അവർ തരിക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഡബിൾ ട്രിപ്പിൾ എഫക്റ്റാണ് ഒന്നിന് വന്നിട്ട്. അങ്ങനെ ചായ കുടിച്ചു നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഇനി പോകുന്ന വഴിക്ക് ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ നടക്കണ വഴിക്ക് കുഞ്ഞുവിനൊരു ഷൂ വാങ്ങിക്കണമായിരുന്നു കേട്ടോ. കുഞ്ഞുവിൻ്റെ ഷൂവിൻ്റെ അടപടലം പരിപ്പിളകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൂ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 150ക്ക് അത് പറഞ്ഞ് അയാളുടെ അടുത്ത് കച്ചവടമാക്കി. അയാൾ അത് 200 പറഞ്ഞു. 200 പിന്നെ നമ്മൾ പെശക്കി 150ക്ക് എത്തിച്ചു. ഞാൻ ചാർമിനാറിൽ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും വാങ്ങുന്നൊരു സംഭവമാണ് മൾബറി വന്നിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ അവിടെ ഇവിടേക്ക് പോയി പറിച്ച് കഴിച്ച സംഭവമാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ 80 രൂപയ്ക്ക് 60 രൂപയ്ക്കൊക്കെയാണ് ആ പാക്ക് വാങ്ങുന്നത്. പക്ഷേ എപ്പോൾ വന്നാലും ഏട്ടനാണെങ്കിലും വാങ്ങിച്ചിരും, ഏട്ടനാണെങ്കിലും ഇഷ്ടമാണ്, വാങ്ങിച്ചിരും, നമ്മൾ കഴിക്കും. ഞാനിപ്പോൾ നേരത്തെ ഒരു കമാനം കാണിച്ചില്ലേ, അത് വന്നിട്ട് മക്ക മസ്ജിദിൻ്റെ ആണ് കേട്ടോ. ചാർമിനാറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് കയറി കാണാം. ഞാൻ ഓൾറെഡി കണ്ടതാണ്, പോയതാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ കയറിയില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് വന്നിട്ടാണ് ഇവിടുത്തെ ചോളം സ്വീറ്റ് കോൺ എന്ന് പറയും, അതുപോലെ തന്നെ മസാല കോൺ എന്ന് പറയും. നമ്മൾ മസാല കോണാണ് കഴിക്കുന്നത്. ഇതിൽ വന്നിട്ട് ആക്ച്വലി മല്ലിച്ചപ്പും പുതിനയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് തരാറുണ്ട്. പക്ഷേ ഇയാളുടെ അടുത്തൊന്നും ഞാൻ കാണുന്നില്ല എന്താണെങ്കിലും. ഓക്കെ, ഇനി നമ്മളത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടപ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓൾറെഡി വാങ്ങിച്ച് കഴിച്ചതാണിത്. ഇതിൽ നിമ്പും ഒക്കെ ഇടാറുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ ഒന്നും അയാൾ ഇട്ടിട്ടില്ല കേട്ടോ. ആകെ കുറച്ച് മസാല എന്തൊക്കെയോ ഇട്ടിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒന്നും ഇട്ടിട്ടില്ല. എന്തോ ഒരു വിള്ളൽ എവിടെയോ കണ്ടത് കാരണം, നിങ്ങൾ കാണുന്നില്ലേ നിറച്ചൊരു കമ്പി വെച്ച് ഇങ്ങനെ കെട്ടിയാക്കിയത്, അതിൻ്റെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കെട്ടിയത്. ചാർമിനാറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഒരു ഫ്രണ്ടിൽ അതിൻ്റെ തന്നെ ഒരു ഗേറ്റ് പോലെയുള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ വന്നിട്ട് ഈ ഊത്, അത്തർ, അതുപോലെ തന്നെ സാമ്പ്രാണി, നമുക്കിങ്ങനെ ഭയങ്കര ഒരു സ്മെല്ല് ഫീൽ ചെയ്യും. അങ്ങനെ ഹെന്ന, കോണ്, എല്ലാ സംഭവങ്ങളും ഇങ്ങനെയുള്ള 2 ഷോപ്സ് ഉണ്ട്, 2-3 ഷോപ്സ് ഉണ്ട് ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. ഇങ്ങനെ ഇവിടെയാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുക. പിന്നെ മേക്കപ്പ് ഞാൻ പറഞ്ഞില്ലേ എല്ലാം കിട്ടും. മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളും നമുക്ക് ഇവിടെ ഒരു ശരിക്കും ഈ ഓൺലൈനിലൊക്കെ വരുന്നത് ശരിക്കും ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അങ്ങനെയുള്ള നമുക്ക് വില പെശകി എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിവിടെ കിട്ടും കേട്ടോ. എന്നെ എപ്പോഴും ആകർഷിക്കാറ് ഇവിടെയുള്ള ഈ ഒരു ഫാൻസി കടകൾ കാര്യങ്ങളൊക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു മിന്നലും ഭയങ്കര തിളക്കും ഭയങ്കര കളർഫുള്ളും ആയിരിക്കും കേട്ടോ. നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണെങ്കിലും പക്ഷെ എപ്പോഴും ഒന്ന് പോയി ഒന്ന് തൊട്ട് നോക്കാം അല്ലെങ്കിൽ ഒന്ന് കാണാമെന്ന് വിചാരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന ഷോപ്പുകൾ എപ്പോഴും ഫാൻസി സ്ട്രീറ്റ് ഷോപ്പിങ്ങിൻ്റെ സംഭവങ്ങളാണ്. കാരണം ഒന്നൂര് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക ലങ്കി മറിയാ പറയില്ലേ നമ്മൾ, ആ ലങ്കി മറിയണ സംഭവം ഉണ്ടാവും. അതുപോലെ അല്ലെങ്കിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. കുട്ടികളുടെയൊക്കെ ആണെങ്കിൽ ശരിക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ചെയ്ത് ശരിക്കും നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇനി ഗ്ലാസ്സുകൾ, പാത്രങ്ങൾ, ഇതിനുള്ളിലേക്ക് പോയാൽ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. ചെറിയൊരു ഷോപ്പുകളുടെ ഒരു ഏരിയ ഉണ്ട് അതിനുള്ളിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. കണ്ടോ എത്ര കളർഫുള്ളാന്ന് നോക്കിക്കേ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സ്ട്രീറ്റ് ഷോപ്പിംഗ് മാത്രമല്ല, സ്ട്രീറ്റ് ഷോപ്പിങ്ങിലേക്ക് വരുന്നത് ശരിക്കും ഈ ഒരു ഉള്ളിലെ ഷോപ്പിൻ്റെ സാധനങ്ങൾ അങ്ങോട്ട് എടുത്ത് വെക്കുന്നതാണ് ഇവർ ശരിക്കും വന്നിട്ട്. റണ്ണിങ് മെറ്റീരിയൽസും ഇനിയിപ്പോൾ നല്ല ഘാഗ്ര ചോളിയും അതൊക്കെ കാണാം കേട്ടോ.
അത്രയും ഭംഗിയായിട്ട് ഫുൾ വർക്കൊക്കെ വന്നിട്ടുള്ളത്. ഹെവി റേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടുത്തെ ഹാഫ് പ്രൈസിനൊക്കെ കിട്ടും കേട്ടോ ശരിക്കും. ഇവിടെ അങ്ങനെ 20 റുപ്പീസിൻ്റെ ഷോപ്പ് അല്ലെങ്കിൽ 20 രൂപയുടെ, അത് ഏതെടുത്താലും 20 രൂപ, അങ്ങനെ 10 രൂപ ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അതിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ കാണുന്ന ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും എല്ലാം ഉണ്ടാവും. ഇത് ലിപ്സ്റ്റിക്ക് വരെ ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാത്ത സംഭവങ്ങളാണ് കേട്ടോ ഉണ്ടാവാറ്. നമുക്ക് അത്യാവശ്യം നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, അത്യാവശ്യം നല്ല സാധനങ്ങളാണ് ഉണ്ടാവാറ് ആ റേറ്റിന് വന്നിട്ട്. ഇവിടെ ശരിക്കും ഇത്ര അധികം സ്ട്രീറ്റ് ഷോപ്പിംഗ് അലൗഡ് അല്ല കേട്ടോ. കാരണം ഇപ്പം നിങ്ങൾ കാണുന്നത് പോലീസ് വണ്ടിയുടെ സൈറൺ കേൾക്കുമ്പോൾ ആളുകൾ ഉള്ളിലേക്ക് എടുത്ത് മാറ്റി വെക്കുന്നതും പുൾ ചെയ്ത് ഉള്ളിലേക്ക് നീക്കി വെക്കുന്നതുമാണ്. ഈ ലൈനിനപ്പുറത്ത് വേണം, കണ്ടില്ല ഒരു വൈറ്റ് ലൈൻ കണ്ടില്ല, ആ വൈറ്റ് ലൈനിൻ്റെ ഉള്ളിൽ വേണം കടകൾ നിൽക്കാനായിട്ട് സ്ട്രീറ്റ് ഷോപ്പിങ്ങിൻ്റെ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ബ്ലോക്ക് ആവുമല്ലോ, പിന്നെ ആളുകൾക്ക് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടാവും. പക്ഷേ എപ്പോഴും ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് കണ്ടില്ല, എല്ലാവരും ഉള്ളിലേക്ക് നീക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് അത്ര അധികമൊന്നുമില്ല. വേറൊരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഫുൾ റോഡ് വരെ ഒരു 2 വരി പാതയാണെങ്കിൽ 1 വരി മൊത്തം അവർ കവർ ചെയ്തിരിക്കുകയായിരിക്കും. അങ്ങനെയാണ് ഉണ്ടാവുന്നത് കേട്ടോ. ശരിക്കും നമ്മൾ ചാർമിനാറിൻ്റെ ഈ 2 വരിയുടെ വഴിയിലാണ് ശരിക്കും നടക്കാറ്. പക്ഷേ ഇങ്ങനത്തെ ഒരു നല്ല ഷോപ്പിംഗ് ഏരിയ ഡ്രസ് മെറ്റീരിയൽസിനും ഡ്രസ്സിനുമായിട്ട് വന്നിട്ട് കുറച്ചൊന്ന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഗല്ലി പോലെ കുഞ്ഞ് നമുക്ക് ഇടവഴി പോലെ നടക്കാനുണ്ടാവും. 2 സൈഡിലായിട്ടും ഷോപ്പുകളായിരിക്കും, നിറച്ചും ഇങ്ങനെ ഷോപ്പുകളായിരിക്കും. കണ്ടില്ലേ, മിന്നു നടക്കുന്ന ആ ഒരു ദൂരം മാത്രമേ ഉള്ളൂ. അതിൻ്റെ 2 സൈഡിലും ഷോപ്പുകളും നിറച്ചും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടിരിക്കണം. നമുക്കിങ്ങനെ കണ്ണൻ ചിമ്മിക്കുന്ന കാഴ്ച എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇത് വീണ്ടും നമ്മൾ സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ആൺകുട്ടികളുടെ ഐറ്റംസ് ഉണ്ടെന്ന് കാണിക്കാനാണ്. ഒരു സൈഡാണ് ആൺകുട്ടികളുടെ ഐറ്റംസ് വരുന്നത്. ബാക്കിയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 20% ജെൻസിൻ്റെ ആണെങ്കിൽ ബാക്കി മൊത്തം ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ വന്നിട്ട്. ഈ ഭാഗത്താണ് കേട്ടോ കുട്ടികളുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ളതും. ഇത് കണ്ടില്ലേ നിങ്ങൾ, കുഞ്ഞു മക്കളുടെ അതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകൾ. അതുപോലെ തന്നെ നമുക്ക് നൈറ്റ് ഡ്രസ്സുകൾ, അതൊക്കെ ഒരു 150 റേഞ്ചിൽ അല്ലെങ്കിൽ 120 റേഞ്ചിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. നമ്മൾ എപ്പോഴും ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്പർ കൂടുതൽ എടുക്കുന്നതിനനുസരിച്ച് അവർ നമുക്ക് കുറച്ച് തരും. അതുപോലെ തന്നെ ചാർമിനാർ പേൾസ് ഭയങ്കര ഫേമസ് ആണല്ലോ. നിങ്ങൾക്ക് ഇവിടെ ജ്വല്ലറീസ് കാണാൻ പറ്റും കേട്ടോ. 2 സൈഡിലായിട്ട് ഇങ്ങനെ കയ്യിൽ കൊണ്ടുവന്ന് വാങ്ങിക്കുന്നത് നമ്മൾ പേൾസ് ആണെന്നൊന്നും വിചാരിച്ച് വാങ്ങണ്ട. 2 സൈഡിലായിട്ട് ജ്വല്ലറീസ് കാണാം. അവിടെയും നമ്മളെ പറ്റിക്കാൻ ചാൻസ് ഉണ്ട്. സർട്ടിഫൈഡ് ആയിട്ട് അവർ എഴുതി സർട്ടിഫൈ ചെയ്ത് തരുന്ന പേൾസ് വാങ്ങാനായിട്ട് നോക്കുക മാക്സിമം. അങ്ങനെയുള്ള കടയിൽ നിന്ന് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുക, നിങ്ങൾ സർട്ടിഫിക്കറ്റ് ആയിട്ട് തരുന്നുണ്ടോ, അങ്ങനെയുള്ള കടയിൽ നിന്ന് നമ്മൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അത് ഈ ഒരു മെയിൻ എൻട്രൻസ് ഗേറ്റ് പോലൊരു ഗേറ്റ് ഉണ്ട്, അതിൻ്റെ 2 സൈഡിലും ആയിട്ടാണ് ഞങ്ങൾ പേൾസിൻ്റെ ഷോപ്സ് ഒരുപാട് കണ്ടിട്ടുള്ളത്. വീണ്ടും കറങ്ങി തിരിഞ്ഞ് ചാർമിനാറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇപ്പം സംക്രാന്തി ഹോളിഡേയ്സ് അല്ലേ, അപ്പം ഭയങ്കര റഷാണ് കേട്ടോ. ഞാൻ അതാണ് ഈ കാണിക്കുന്നത്. ഇത്രയും ആൾ തിരക്കായിരുന്നു. നമ്മൾ 11:30 ആയപ്പോൾ എത്തിയതുകൊണ്ട് നന്നായി, പെട്ടെന്നൊന്ന് രക്ഷപ്പെട്ട് ഇറങ്ങാനായിട്ട് പറ്റി. അപ്പോൾ ചാർമിനാറിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ബേഗം ബസാറും കോട്ടിയിലും ഒക്കെ ഒന്ന് ജസ്റ്റ് കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അപ്പം അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ എവ്രി വൺ.